വിളക്കുകൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മത്തായി 5:15. സ്നേഹമുള്ളവരെ, നമ്മുടെ കോണ്ടെക്സ്ച്വൽ ഫിലോസോഫിക്കൽ പ്രോജക്റ്റ് ആലുവ ഡിഫ്ലവർ സെമിനാരിയിലെ 3-ാം വർഷ വൈദിക വിദ്യാർത്ഥികളോടൊപ്പം മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു അനുഭവത്തിലേക്ക് കടന്നു പോകാനാണ് ഇവർ തയ്യാറെടുപ്പോടുകൂടി ചെറിയ ചെറിയ ഭാണ്ഡങ്ങളൊക്കെ ഒരുക്കി കാത്തു നിൽക്കുകയാണ്. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ചെരുപ്പോ മറ്റൊരു ജോഡി വസ്ത്രമോ ഇതൊന്നും ആവശ്യമില്ല, നിങ്ങൾ ആയിരിക്കുന്ന പോലെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ മിനിമം സൗകര്യങ്ങളോട് കൂടിയാണ് ഇന്ന് ഈ സഹോദരന്മാര് ഇന്ന് ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. എന്താണ് നേപ്പാളിലെ ദാരിദ്ര്യം? നമുക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ ഒത്തിരി അപ്പുറത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ചെപ്പാങ് എന്ന് പറയുന്ന ഒരു ഇൻഡിജീനിയസ് ഗ്രൂപ്പാണ്, ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. അവരുടെ ഗ്രാമങ്ങളിൽ പോയി ഏതാനും ദിവസം അവരോട് കൂടെ താമസിച്ച് എന്താണ് അവരുടെ ജീവിതം, എങ്ങനെയാണ് ഈ പാവപ്പെട്ടവര് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പഠിക്കാനായിട്ട് അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി, തൻ്റെ ഇടത്തോടുകൂടി, സന്തോഷത്തോടെ ഇവര് ഇന്ന് യാത്ര തിരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ആദ്യമായിട്ട് ഇവർക്ക് നല്ല ഒരു ജീവിത അനുഭവം, ജീവിതത്തിൽ പലപ്പോഴും പലർക്കും കിട്ടാനായിട്ട് സാധ്യതയില്ലാത്ത വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ട് ഇതിൽ നിന്ന് വലിയ ആത്മീയതയും അതുപോലെ തന്നെ പാവങ്ങളോടുള്ള അനുഭാവവും സ്നേഹവും കരുണയും ക്രിസ്തുവിനുണ്ടായിരുന്ന ആ പുണ്യങ്ങളൊക്കെ സ്വന്തമാക്കാനായിട്ട് ഈ സഹോദരന്മാർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഈ വില്ലേജ് എക്സ്പീരിയൻസിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവരെ വില്ലേജിൽ പോയി ഏതാനും ദിവസങ്ങൾ അവിടെ ഒരുമിച്ച് താമസിച്ച് ആ വില്ലേജിൽ ചെയ്യാവുന്ന ചില ജോലികളൊക്കെ മാനുവലായിട്ട് ചെയ്ത് പിന്നെ ഇവര് വില്ലേജിൽ ഇവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ പോയി താമസിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹ സമ്പന്നമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3 മണിക്കൂറോളം വണ്ടിക്ക് യാത്ര ചെയ്തിട്ട് അവിടുന്ന് 3 ഗ്രൂപ്പുകളായിട്ട് വില്ലേജുകളിലേക്ക് പോവുകയാണ്. അത് ഒരു വണ്ടി ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് 3 മണിക്കൂർ ഒക്കെ ഏകദേശം നടന്ന് യാത്ര ചെയ്തു വേണം ഈ സഹോദരന്മാര് മലമുകളില് വില്ലേജിൽ എത്താനായിട്ട്. ഇന്ന് വളരെ അസാധാരണമായിട്ട് പ്രകൃതി, സാധാരണ ഒരിക്കലും ഈ അവസരങ്ങളിൽ മഴ ഉണ്ടാകുന്നതല്ല, പക്ഷെ വളരെ അസാധാരണമായിട്ട് രാവിലെ മുതലേ മഴയാണ്. പക്ഷേ എങ്കിലും ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ച് ഉറച്ചു നിൽക്കുകയാണ്. ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ വില്ലേജുകളിൽ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന അതേ വഴിക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ കുറെ റിസ്കുകൾ ഉണ്ട് വില്ലേജിൽ പോകാനായിട്ട്. പക്ഷെ എങ്കിലും ധൈര്യസമേതം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അവിടെ പോയി അവര് തരുന്നത് ഭക്ഷിച്ച് അവരുടെ കൂടെ ജീവിച്ച് അവരോടൊപ്പം അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കുറെ ദിവസങ്ങൾ ചെലവഴിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുക. ഈ സഹോദരന്മാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതബന്ധിയായി അല്ലെങ്കിൽ ജീവിതത്തെ മുഴുവനും ഗ്രസിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിട്ട് മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇവരൊക്കെ നല്ല വൈദികരായിട്ട് പാവങ്ങളോട് സ്നേഹവും കരുണയും ഒക്കെയുള്ള നല്ല വൈദികരായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നല്ല വൈദികരായിട്ട് വളർന്നു വരുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് നമ്മളെ തന്നെ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കാരുണ്യവാനായ കർത്താവേ, ഇന്ന് അങ്ങയുടെ ശുശ്രൂഷകരാകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഞങ്ങൾ പ്രത്യേകമായിട്ട് ഗ്രാമങ്ങളിൽ പോയി
പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം എന്താണ് എന്ന് അനുഭവിക്കാനായിട്ട് പോവുകയാണ്. അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഓരോ ചിന്തകളിലും, ഞങ്ങളുടെ ഓരോ കാഴ്ചകളിലും ഉൾക്കാഴ്ചകളിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും വ്യക്തമായ ജീവിത ബോധ്യങ്ങൾ രൂപപ്പെടുത്തി നല്ല വൈദികരായി തീരുവാനും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ ആ നീല അങ്കിയുടെ കീഴിൽ ഞങ്ങളെ ഓരോരുത്തരെയും, അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ഇടങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും ഒക്കെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ അപ്പനായി ഈശോയുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് എപ്പോഴും ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ഈ ദിവസങ്ങളിലെ ജീവിതങ്ങളിലൊക്കെ അങ്ങ് പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും വലിയ അനുഗ്രഹമായിട്ട് തീർന്നതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗാനം ആലപിച്ച് നമ്മുടെ യാത്ര ആരംഭിക്കാം. ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്നോളം ദൈവമെന്നേ കാത്തതൊത്തുപോയിൽ, എത്ര കാലം ജീവിച്ചെന്നാലും ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ചിറ്റവൻ ജില്ലയിലെ നാരായൺഘട്ടിൽ നിന്നും ആരംഭിച്ച ഞങ്ങളുടെ യാത്ര അടുത്ത പട്ടണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മഴ മാറി നിന്ന കുറച്ചു സമയം ഞങ്ങൾ വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഉത്തരേന്ത്യൻ യാത്രകളിൽ സാധാരണ കണ്ടുവരുന്ന ചെറുപട്ടണങ്ങളോട് ഏറെ സാദൃശ്യം തോന്നുന്ന കാഴ്ചകൾ തന്നെയാണ് നേപ്പാളിലെ ചെറുപട്ടണങ്ങളിലേതും. മഴ മാറി നിൽക്കുന്ന ഇടവേളകളിൽ ഗ്രാമീണർ റോഡുകളിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. മലമുകളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ 4 വീൽ ഡ്രൈവോട് കൂടിയ വാഹനങ്ങൾ ആവശ്യമാണ്. അത്തരം വാഹനങ്ങൾ കാത്താണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്നും 3 ഗ്രൂപ്പുകളായി ഞങ്ങൾ തിരിയുകയാണ്. ഓരോ ഗ്രൂപ്പിനും ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഓരോരോ വണ്ടികളിലേക്ക് മാറ്റി കയറ്റി കഴിഞ്ഞു. മലയുടെ അത്യുന്നതങ്ങളിലേക്ക് എത്തണമെങ്കിൽ 4 വീൽ ഡ്രൈവോട് കൂടിയ വാഹനങ്ങൾ കൂടിയേ തീരൂ. അത്തരം വാഹനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബിബിനച്ചൻ. യാത്രക്കിടയിൽ കിട്ടിയ ചെറിയ ഇടവേളകൾ ബ്രദേഴ്സ് പർച്ചേസിങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മലമുകളിലെ കഠിന തണുപ്പിനെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ കട്ടികൂടിയ വസ്ത്രങ്ങൾ അവരിൽ ചിലർ ഇവിടെ നിന്ന് വാങ്ങി. ഞങ്ങൾ തുടർന്ന് യാത്ര ചെയ്യേണ്ട മലകളെക്കുറിച്ചും ഇടങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾക്ക് സിറിൽ അച്ഛൻ വിവരിച്ചു തന്നു. അതാണ് പ്രദേശ് നമ്പർ 3 ഇത് പ്രദേശ് നമ്പർ 3യുടെ ബോർഡറാണ് ഇവിടെ വരുന്നത്. ഇനി പ്രദേശ് നമ്പർ 2 എന്ന് പറയുന്നതാണ് മക്വാൻപൂർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. നമ്മൾ ഈ മക്വാൻപൂർ ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ രാവിലെ. ഞങ്ങൾ വന്ന ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ സ്കൂൾ ബസ്സിൽ നിന്നും മാറി ഇനി ചെറിയ വാഹനങ്ങളിലാണ് യാത്ര തുടരേണ്ടത്. 3 ഗ്രൂപ്പുകൾക്കും ആവശ്യമായ ഭക്ഷണ സാധന സാമഗ്രികളും ടെൻ്റ് അടിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളും ഞങ്ങൾ 3 ഗ്രൂപ്പുകളായി പങ്കുവച്ചെടുത്തു.
ടൗണിലെ ഡ്രൈവർമാരെല്ലാം ഞങ്ങൾക്ക് ചുറ്റും കൂടിയിട്ടുണ്ട്. മലമുകളിലേക്ക് എത്താനുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയും മണ്ണിടിച്ചിലും കാരണം പല ഡ്രൈവർമാരും മലമുകളിലേക്ക് ഞങ്ങളോടൊപ്പം വരാൻ താൽപ്പര്യപ്പെടുന്നില്ല. മലമുകളിലേക്ക് സ്ഥിരമായിട്ട് പോകുന്ന ചില വാഹനങ്ങൾ മലമുകളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വേണം ഞങ്ങളുടെ യാത്ര ആരംഭിക്കാൻ. മലമുകളിൽ എത്തുന്നതിനു വേണ്ടി ഡ്രൈവർമാരോട് പേശിയും പിണങ്ങിയും ഒരു തുക പറഞ്ഞുറപ്പിക്കാൻ ഒത്തിരി സമയം ഞങ്ങളവിടെ ചെലവഴിച്ചു. ഒടുവിൽ ഞങ്ങൾക്കാവശ്യമായ വാഹനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പട്ടണത്തിൽ നിന്ന് ഗ്രാമങ്ങളുടെ വിജനതകളിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഞങ്ങളുടെ ഇതുവരെയുള്ള മിഷൻ യാത്രകളിൽ അധികവും നേപ്പാളിലെ സമതല പ്രദേശങ്ങളിലൂടെയും വയലുകളുടെ അരികിൽ കൂടിയുമായിരുന്നു. ഇനിയുള്ള ഞങ്ങളുടെ യാത്രകൾ സമതലങ്ങളിൽ നിന്ന് മലമുകളിലേക്കാണ്. ചപ്പാങ് എന്ന ആദിവാസി ഗോത്രത്തിലെ ജനവിഭാഗങ്ങളിൽ അധികവും വസിക്കുന്നത് ചെങ്കുത്തായ മലകളിലും മലഞ്ചെരിവുകളിലുമാണ്. അവരെ കാണുന്നതിനും അവരോടൊപ്പം കുറച്ചു ദിവസം താമസിക്കുന്നതിനുമാണ് ആലുവ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിലെ ബ്രദേഴ്സും ഞങ്ങളും മലമുകളിലേക്ക് യാത്ര തുടരുന്നത്. നേപ്പാളിലെ ചെറുപട്ടണങ്ങൾ കടന്ന് ടാഡ്കോളയിലേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. കല്ലുകൾ നിറഞ്ഞ പുഴ എന്നാണ് ടാഡ്കോള എന്ന വാക്കിനർത്ഥം. പ്രധാന വഴികൾ കടന്ന് ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഗ്രാമങ്ങളിലെ ഊടുവഴികളിൽ എത്തിയിരിക്കുന്നു. മലമുകളിലേക്കുള്ള ചില ദുർഘടമായ ഹെയർപിൻ വളവുകളിൽ കോൺക്രീറ്റ് ഇട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയങ്ങളിൽ മലമുകളിലേക്കുള്ള യാത്ര തെല്ലൊരു അപകടം പിടിച്ചതാണ്. ഏതു നിമിഷവും മണ്ണിടിഞ്ഞു വീണ് റോഡുകൾ ഇല്ലാതായേക്കാം. അതിനാൽ തന്നെ ഏതു നിമിഷവും ഒരു മണ്ണിടിച്ചിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. കോൺക്രീറ്റ് ഇട്ട വഴികൾ പിന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ചെളി നിറഞ്ഞ മറ്റൊരു വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവും ദൃശ്യങ്ങളുടെ പൊലിമ ഒരൽപ്പം കുറയ്ക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് 1500 അടി ഉയരത്തിലൂടെയാണ്. ഈ യാത്രയിൽ പുതിയ കാലത്തിൻ്റെതായ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലമുകളിലേക്ക് ഇത്തരം നിർമ്മാണ സാമഗ്രികളൊക്കെ എത്തിക്കുക എന്നത് ഒരു സാഹസം പിടിച്ച ജോലി തന്നെയാണ്. മണ്ണിടിഞ്ഞ് റോഡ് നാശമായി കിടക്കുന്ന കാഴ്ച ഈ യാത്രയിൽ പലയിടങ്ങളിലും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നീണ്ട ഒരു യാത്രയുടെ ആലസ്യം ഞങ്ങളിലെല്ലാവരിലും ഉണ്ടെങ്കിലും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെ തയ്യാറാക്കി കഴിക്കേണ്ടതിനാൽ എല്ലാവരും ഉടനെ തന്നെ കർമ്മനിരതരായി ഭക്ഷണ സാധനങ്ങൾ വണ്ടിയിൽ നിന്നും പ്രൊട്ടസ്റ്റന്റ് പള്ളിയിലേക്ക് പെട്ടെന്ന് തന്നെ ഇറക്കിവെച്ചു. ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ ഞങ്ങൾ താമസിക്കുന്നതും ആരാധന നടത്തുന്നതുമെല്ലാം ഈ പ്രൊട്ടസ്റ്റന്റ് പള്ളിയിൽ തന്നെയാണ്. തൊട്ടടുത്തു നിന്ന് കേൾക്കുന്ന ഒരു കരച്ചിലിന്റെ കാരണം തേടി ഞങ്ങൾ എത്തിയത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന 2 കുഞ്ഞു കുരങ്ങന്മാരുടെ അടുത്താണ്. പോലീസോ ഫോറസ്റ്റ് ഓഫീസർമാരോ എത്തിപ്പെടാൻ മടിക്കുന്ന ഇടങ്ങളായതിനാൽ ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ കുരങ്ങന്മാരെ ഇണക്കി വളർത്താറുണ്ട്. സിറിലച്ചന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് താമസിക്കുന്നതിനുള്ള ടെന്റ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്തിരിക്കുന്നതിനാൽ ടെന്റ് കെട്ടാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭവനം നിർമ്മിക്കാനായി കെട്ടിയിരിക്കുന്ന ഒരു തറയാണ്. നേപ്പാളിലെ ഒരു ശരാശരി വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ തറയാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളോട് കൂട്ടുകൂടാൻ ഇവിടെ ചെറിയ കുഞ്ഞുകുട്ടികൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായി വസിക്കുന്ന തമാഗ് എന്ന ആദിവാസി ഗോത്രത്തിൽപ്പെട്ട വ്യക്തികൾ താമസിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. പുല്ലുമേഞ്ഞ മേൽക്കൂരകൾക്ക് പകരം പുതിയ കാലഘട്ടത്തിൻ്റെതായ ടിൻ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തൊട്ടടുത്ത് തന്നെയായി കാലികളെ വളർത്തുന്നതിനായി ഒരു ഷെഡ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ ഭവനം 2 തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. മുകളിലത്തെ ഇടങ്ങളിലാണ് അവർ അന്തി ഉറങ്ങുന്നത്. താഴത്തെ നില
പാചകം ചെയ്യുന്നതിനായാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ അനുദിന ജീവിതത്തിലെ മുഖ്യ ആഹാരമായ ചോളം അവർ വീടിൻ്റെ ഇറയത്ത് കെട്ടിയിട്ടിരിക്കുന്നു. ഈ നാടുകളിൽ ഭവനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ കല്ലുകൾ ഇവർ ശേഖരിക്കുന്നത് ഇവിടുത്തെ പുഴകളിൽ നിന്നുമാണ്. ഞങ്ങൾ താമസിക്കുന്ന പള്ളിയുടെ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ ഏറെ മനോഹരമാണ്. ഇവിടെ ബ്രദേഴ്സ് ഉച്ചഭക്ഷണം ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ചുറ്റുവട്ടത്തു നിന്നും ശേഖരിച്ച വിറക് കൊണ്ട് അടുപ്പ് കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ മഴയിൽ നനഞ്ഞ ചെറിയ വിറകുകൊള്ളികളിൽ തീ പിടിപ്പിച്ചെടുക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ്. നേപ്പാളിൽ ചൗ ചൗ എന്ന പേരിൽ അറിയപ്പെടുന്ന ന്യൂഡിൽസിനോട് ഏറെ സാദൃശ്യമുള്ള ഒരു വിഭവമാണ് ബ്രദേഴ്സ് തയ്യാറാക്കുന്നത്. ഈ ചൗ ചൗവിൻ്റെ പ്ലാസ്റ്റിക് കവറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് തീ പിടിപ്പിക്കാനായി ബ്രദേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ട് തൊട്ടടുത്ത വീടുകളിലെ കുഞ്ഞുകുട്ടികൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അടുപ്പിൽ തീ പിടിപ്പിക്കുന്നതിനുള്ള ഞങ്ങളുടെ കഠിന പരിശ്രമം കണ്ടുകൊണ്ട് ജാങ്കോ, ആശിഷ്, പത്രോസ് എന്നീ 3 കുട്ടികൾ ഞങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റു. പുഴയുടെ തീരങ്ങളിൽ പോയി ഞങ്ങൾക്ക് വേണ്ടി വിറക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് അവർ പോയത്. ഈ കുരുന്നുകുട്ടികൾ എത്രമാത്രം വിറക് കൊണ്ടുവരുമെന്നുള്ള ആകാംക്ഷയോടെ ബ്രദേഴ്സ് തീ പിടിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പിന് തീ പിടിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ തൊട്ടടുത്ത ഭവനത്തിലെ ചിലർ ഞങ്ങളെ സഹായിക്കാനായി എത്തി. ബ്രദേഴ്സ് ശേഖരിച്ച വലിയ വിറക് കഷ്ണങ്ങൾ ചെറുതാക്കിയെടുക്കാനുള്ള ഒരു കോടാലി അവർ ഞങ്ങൾക്ക് തന്നു. മഴ നനഞ്ഞ വിറക് കഷ്ണങ്ങൾ എത്ര ശ്രമിച്ചിട്ടും വലിയൊരു തീയായി മാറുന്നില്ല. വീണ്ടും അടുപ്പിന്റെ സ്ഥാനം ഒന്ന് മാറ്റിവെച്ച് തീ പിടിപ്പിക്കാൻ ഒരു ശ്രമം കൂടി നടത്തി. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. വിറക് ശേഖരിക്കാൻ പോയ കുട്ടികൾ അവർക്കാകും വിധം പുഴക്കരയിൽ നിന്ന് വിറക് ശേഖരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. വീണ്ടും മറ്റൊരിടത്തേക്ക് ഞങ്ങളുടെ അടുപ്പുകൾ ഞങ്ങൾ മാറ്റി സ്ഥാപിച്ചു. ഇപ്പോൾ അടുപ്പിൽ തരക്കേടില്ലാത്ത രീതിയിൽ തീ പിടിച്ചിരിക്കുന്നു. ചൗചൗ തയ്യാറാക്കുന്നതിനായി പാത്രത്തിൽ വെള്ളം നിറച്ചു. അപ്പോഴാണ് ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് 3 കെട്ട് വിറകുമായി ജാങ്കോയും കൂട്ടരും ഞങ്ങൾക്കരികിലെത്തിയത്. ശാലോമിൻ്റെ ഈ മിഷൻ യാത്രയിൽ നിങ്ങളുടെ കൊച്ചു സഹായം പോലും ഞങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടതാണ്. നന്ദി ജാങ്കോ, നന്ദി പത്രോസ്, നന്ദി ആഷി. തൊട്ടടുത്ത അരുവിയിൽ പോയി വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്ന ബ്രദേഴ്സിനെയാണ് കാണുന്നത്. നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന വലിയ കുപ്പികൾ വെള്ളം ശേഖരിക്കുന്നതിനു വേണ്ടി നേപ്പാളിൽ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. നൂഡിൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൗചൗ തയ്യാറാക്കുന്നതിന് കൂടുതൽ വെള്ളം വേണം. ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ ആ ഗ്രാമത്തിലെ പ്രമുഖരായ വ്യക്തികൾ ഞങ്ങൾക്കരികിലേക്ക് എത്തി. ചിറിലച്ചൻ അവരുമായി ആശയവിനിമയം നടത്തി.
തുടർന്നുള്ള ദിവസങ്ങളിൽ ബ്രദേഴ്സ് ഇവരുടെ ഭവനങ്ങളിൽ വസിക്കുകയും ഇവരുടെ ഗ്രാമത്തിനാവശ്യമായ ചെറിയ ചെറിയ ജോലികൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. पहले बार में मैं टीचर था, टीचिंग करती राष्ट्रीय प्राथमिक विद्यालय किरिंटा टीचर्स का टिकट. ഇവിടെ ഇപ്പം നമ്മൾ ഈ താമസിക്കുന്നത് മക്വാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള 10ാമത്തെ വാർഡിലാണ്. ഈ 10ാമത്തെ വാർഡിൽ ഇന്ന് നമ്മളിവിടെ എത്തി. ഇനി നാളെ മുതൽ 5 ദിവസം നമ്മൾ ഈ വാർഡിൽ താമസിക്കുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ ടൈം ടേബിൾ പ്രകാരം നമുക്ക് രാവിലെ തൊട്ട് മാനുവൽ ലേബർ ഉണ്ട്, ഫിസിക്കൽ ലേബർ. അപ്പം ഫിസിക്കൽ ലേബർ എന്താ ചെയ്യുന്നത് എന്നുള്ള ഡിസിഷനാണ് എടുത്തത്. നമ്മുടെ ഇവിടെ നിന്ന് മോളോട്ട് പോകുന്ന വഴി, മഴക്കാലം കൊണ്ട് വഴി പോയി കിടക്കുന്നു, അത് നന്നാക്കി കൊടുക്കുക. എത്ര ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മൾ താമസിക്കുന്ന എത്ര സമയം ചെലവഴിക്കാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള കോണ്ടാക്ട് പേഴ്സൺ ഇവിടെയുണ്ട്. നമ്മൾ പിന്നെ വാർഡാധീശനെ കണ്ട് അതിനുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഇവിടുന്ന് സംഘടിപ്പിക്കുന്നു എന്നുള്ളൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ദിവസത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് വഴി നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ വാർഡിലെ. അങ്ങനെ ഏറെ പണിപ്പെട്ട് വളരെ ശ്രമകരമായി ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങൾ തയ്യാറാക്കിയെടുത്തപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു.